എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ടേ വരാ, അതല്ല എന്റെ ഒരു മുറ. അപ്പൊ ദാ അടക്കണു മുറ്റ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇറക്കട്ടാ. വർക്കിച്ച ആ സാധനം ഇറക്കി കണ്ടു നോക്കി. നശിച്ചു പോവും എന്ന് പറഞ്ഞ് പ്രാവത്തക്കവണ്ണം ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ? ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു? കൺമണി അങ്ങനെ ആൾക്കാരെ ശപിക്കുന്ന പോലെ വർത്തമാനങ്ങൾ പറയുന്നതായിട്ട് തീർച്ചയായും പറയുന്നുണ്ട്. അത് ഒറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും, എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ലൈഫ് കുട്ടിച്ചോറാക്കും, അങ്ങനത്തെ സെന്റൻസ് കുറച്ച് പറഞ്ഞു. കൺമണി അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ജാൻമണിയുടെ കുറച്ച് ശാപങ്ങൾ നമുക്ക് കാണാം. കുഴപ്പമായി എന്നാ തോന്നുന്നത്. ജീവിതം പോലെ നശിപ്പിച്ച് കളമി ജാൻമണി ദാസ്. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ആളുകൾ കേൾക്കും. കേൾക്കട്ടെ, ആളുകള് കുഞ്ഞിരാമന്റെ നെറികേട് പറഞ്ഞതിൽ ഭയങ്കര അഭിമാനം തോന്നാം. തനിക്ക് ഈടായിട്ട് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, അതൊന്ന് നിയന്ത്രിക്കുന്ന കൊള്ളാം. നിങ്ങൾ വലിയൊരാളായിരിക്കാം, എനിക്ക് എത്ര അതിൽ കൂടുതൽ വരട്ടെ. എന്റെ പൊന്നു ചേട്ടായി, ഈ സാധനത്തിന് ഇവിടെ നിന്ന് പറഞ്ഞു വെച്ചിരിക്കണല്ലോ, ചേട്ടായിയുടെ ഉള്ള പേര് ചീത്താവേ. എന്ത് ചെയ്യാനടാ, എല്ലാ ബിസിനസ്സുകാരനും ഉണ്ടാകുന്ന ഒരു തലയിലെഴുത്ത്. ഇറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം, ഞങ്ങളുടെ വിഷയമല്ല. വേണ്ട, തെറ്റ് എന്റെയും കൂടെ. ഇങ്ങനെയൊക്കെ ആവുന്ന ഞാനും കരുതിയില്ല. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ വരട്ടെ, അനുഗ്രഹിക്കൂ.